സീറോ മലബാർ സഭയുടെ പ്രതിനിധിയായിട്ട് ആദ്യമായിട്ട് സൗദി അറേബ്യയിലേക്ക് മിഷൻ പ്രവർത്തനത്തിന് പോയത് സോണിയച്ചനായിരുന്നു. അച്ഛൻ്റെ ആ പ്രവർത്തനങ്ങളെ കൂടെ ഉണ്ടായിരുന്ന ഒരു സഹോദരൻ നമ്മുടെ കൂടെ ഉണ്ട്. ഷിജോ, എങ്ങനെയായിരുന്നു ആ അച്ഛൻ്റെ ദമാമിലുള്ള ശുശ്രൂഷയിൽ നിങ്ങൾ ആ 2 വർഷക്കാലം അവിടെ പങ്കുപറ്റിയത്? 2 വർഷക്കാലം 2009 ഡിസംബർ അവസാനമാണ് അദ്ദേഹം സീറോ മലബാർ സഭ സിനഡിൻ്റെ ഔദ്യോഗിക അംഗീകാരത്തോടെ സൗദി അറേബ്യയിൽ ആദ്യമായിട്ടും ദമാമിലേക്കാണ് അദ്ദേഹം എത്തിയത്. ദമാമിൽ അദ്ദേഹം വന്ന് പല കൂട്ടായ്മകളിൽ KCFK പോലെ അനേകം കൂട്ടായ്മകളുണ്ടായിരുന്നു. പല കൂട്ടായ്മകളിലായിരുന്ന ആളുകളെല്ലാം ഒരുമിച്ച് കൂട്ടി കുർബാനകളിലൂടെ അവിടെ ഒരു നല്ല സഭാ സമൂഹങ്ങളെ കെട്ടിപ്പടുക്കുവാനായിട്ട് അദ്ദേഹം വളരെ കാര്യക്ഷമമായിട്ട് രാവും എന്നും പകലെന്നുമില്ലാതെ വളരെ കാര്യക്ഷമമായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചു. അതിനേക്കാൾ ഉപരിയായിട്ട് സഭ എന്നുള്ള ഒരു ആർജവം, ഒരു അവബോധം എല്ലാവർക്കും അദ്ദേഹം കൊടുക്കുകയും അദ്ദേഹം എപ്പോഴും പറയുന്ന ഒരു കാര്യം, സോണിയച്ചൻ എപ്പോഴും ഞങ്ങളോട് പറയുന്ന ഒരേ ഒരു കാര്യം ഇതാണ്: നിങ്ങൾ നിൽക്കുന്നിടത്ത് സഭയുണ്ട്, നിങ്ങളൊരു സഭയാണ്, സഭയുടെ മക്കളാണ് എന്നുള്ള ബോധ്യം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും പറഞ്ഞുകൊണ്ട് സഭയോട് ചേർന്നുകൊണ്ട് അതിനുപരിയായിട്ട് മാതൃസഭയായ സീറോ മലബാർ സഭയോട് ചേർന്നുകൊണ്ട് നിൽക്കുവാനായിട്ടുള്ള ബോധ്യം ഞങ്ങൾക്ക് സൗദി അറേബ്യയിൽ തന്നത് അദ്ദേഹമായിരുന്നു. അദ്ദേഹം ഈ അകാലത്തിൽ ഞങ്ങളുടെ ഇടയിൽ നിന്ന് വേർപെട്ട് പോയപ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി വേദനകൾ ഉണ്ട്. ഒപ്പം തന്നെ ദമാമിലെ ആ ശുശ്രൂഷകൾക്ക് ശേഷം അദ്ദേഹം റിയാദിലും അതുപോലെ തന്നെ ജിദ്ദയിലും ഓരോ മിഷൻ സെൻ്ററുകളൊക്കെ സ്ഥാപിക്കുകയും ഒപ്പം വടക്കൽ പിതാവ്, അന്നത്തെ പ്രവാസികളുടെ ചാർജ് ഉണ്ടായിരുന്ന വടക്കൽ പിതാവ് സൗദി അറേബ്യയിൽ വരികയും മാസ്ലിവ മിഷൻ സെൻ്റർ, സെൻറ് തോമസ് മിഷൻ സെൻ്റർ, സെൻറ് അൽഫോൻസ മിഷൻ സെൻ്റർ, അതോടൊപ്പം തന്നെ സെൻറ് പോൾസ് മിഷൻ സെൻ്റർ എന്നുള്ള രീതിയിൽ മിഷൻ സെൻ്ററുകൾ സ്ഥാപിച്ച് സഭയുടെ ഘടനകളെ അവിടെ രൂപപ്പെടുത്തിയിട്ടാണ് അദ്ദേഹം നാട്ടിലേക്ക് പോകുന്നത്. വെറും 2 വർഷമാണ് അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നത്. ആ 2 വർഷം കൊണ്ട് ദമാം കേന്ദ്രീകരിച്ച് ഏകദേശം 3000-ഓളം കുടുംബങ്ങളുള്ള വളരെ വലിയൊരു കൂട്ടായ്മയെ അദ്ദേഹം രൂപപ്പെടുത്തി. ഒപ്പം റിയാദിലും 3000-ഓളം പേര് അടങ്ങുന്ന കുടുംബങ്ങളുള്ള വലിയൊരു കൂട്ടായ്മയെ അൽഫോൻസ മിഷൻ സെൻ്റർ എന്നുള്ള ഒരു മിഷൻ സെൻ്ററിൻ്റെ രൂപത്തിൽ അദ്ദേഹം രൂപീകരിച്ചു. അതിനേക്കാൾ ഉപരിയായിട്ട് ഞങ്ങൾ പല സ്ഥലങ്ങളിലുള്ള ആളുകൾ ഇന്നിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്, ഞങ്ങളിൽ നിന്ന് 2012 അദ്ദേഹം ഇങ്ങോട്ട് പോന്നിട്ടും ഞങ്ങൾക്ക് അദ്ദേഹത്തോടുള്ള സ്നേഹവും അദ്ദേഹത്തിന് ഞങ്ങളോടുള്ള സ്നേഹവുമാണ് ഇത് പ്രത്യേകമായിട്ട് കാണിക്കുന്നത്. ഒപ്പം തന്നെ അദ്ദേഹത്തോട് ഈ ഒരു വേളയിൽ സമാധാനത്തോടെ പോവുക, അങ്ങ് ആയിരിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ഒരു സഭയെ കെട്ടിപ്പടുത്തു, ഒരു സമൂഹത്തെ കെട്ടിപ്പടുത്തു എന്നുള്ള ആ ധൈര്യത്തിൽ സമാധാനത്തോടെ പോയി വിശ്രമിക്കുക എന്ന് മാത്രമേ ഞങ്ങൾക്ക് ഒരു യാത്രാമൊഴി എന്ന വിധത്തിൽ പറയാൻ സാധിക്കുകയുള്ളൂ. അച്ഛൻ കൊച്ചച്ഛനായിരുന്ന കാലം മുതലേ വലിയ സ്നേഹബന്ധമായിരുന്നു. അച്ഛൻ ഈ ഇടവക വന്നപ്പോൾ ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഞങ്ങളുമായിട്ട് ആലോചിക്കുമായിരുന്നു. അങ്ങനെ കോട്ടയം മെഡിക്കൽ കോളേജിലെ ക്യാൻസർ വാർഡിലേക്ക് അച്ഛൻ നല്ല ഭക്ഷണം ഇടവക ജനങ്ങളെ കൂട്ടി ഇവിടെ വെച്ച് തന്നെ ഉണ്ടാക്കി തരുമായിരുന്നു. നല്ല ചിക്കൻ കറിയും നല്ല കപ്പയും നല്ല അപ്പവും ഒക്കെ ആയിട്ട് അച്ഛനും കൂടെ വന്ന് അവിടെ വിതരണം ചെയ്ത കാലം ഈ ഇടവക്കാർ ചേർന്ന് എല്ലാം ഉണ്ടാക്കിക്കൊണ്ടാണ് അങ്ങോട്ട് ഉണ്ടാക്കിക്കൊണ്ട് കഴിഞ്ഞ ഈ മെയ് 13 ലാസ്റ്റ് ദിവസമൊക്കെ അച്ഛനോട് അവിടെയുള്ള ആ രോഗികൾക്കും ആശ്രിതർക്കും ഏറ്റവും വലിയൊരു സന്തോഷകരമായ ദിവസമായിരുന്നു. ഏറ്റവും നല്ല ഭക്ഷണമായിരുന്നു അച്ഛൻ ഒരുക്കി കൊടുത്തത്. ഇന്നത്തെ പത്രത്തിലെ വാർത്ത കണ്ട് പലരും ഇത് അറിയുകയും വിഷമിക്കുകയും ചെയ്തിട്ടുണ്ട്. സ്നേഹം നിറഞ്ഞ അച്ഛൻ്റെ ആ വലിയ തീക്ഷ്ണതയേറിയ ആ ജീവിതവും ആ കാരുണ്യ പ്രവർത്തനവും സകല ജനങ്ങളിലേക്കും അത് എത്തിക്കുവാൻ അച്ഛന് സാധിക്കുകയും ദൈവം ഇടയാക്കുകയും ചെയ്തു. അച്ഛൻ മരിച്ചു പോയെങ്കിലും അച്ഛൻ ചെയ്ത ശുശ്രൂഷകൾ മരിച്ചിട്ടില്ല. അച്ഛൻ്റെ ശുശ്രൂഷ അനുഭവിച്ചവരുടെ ഓർമ്മകൾ മരിക്കുന്നില്ല. സ്നേഹം നിറഞ്ഞ എൻ്റെ അച്ഛൻ എൻ്റെ ഏറ്റവും വലിയൊരു ആത്മീയ ഗുരുവും സഹോദര സ്നേഹിതനുമായിരുന്നു. നവജീവൻ ട്രസ്റ്റിൻ്റെ എല്ലാ കാര്യങ്ങളിലും എപ്പോഴും അച്ഛൻ കൂടുതൽ പ്രാർത്ഥിക്കുകയും സഹകരിക്കുകയും ചെയ്തു. അച്ഛൻ ഇവിടെ ചാർജ് എടുത്ത് വന്നപ്പോൾ പല ക്ഷീണമുണ്ടെന്ന് പറഞ്ഞപ്പോൾ വിദേശത്തു നിന്ന് ഒരാൾ കൊണ്ട് തന്ന് ടോണിക്കൊക്കെ അച്ഛൻ കൊണ്ട് കൊടുക്കുകയും ചെയ്തു. അച്ഛൻ തീരെ ക്ഷീണം വരുമ്പം ഇത് അച്ഛൻ കഴിക്കണമെന്നും അച്ഛൻ മരിച്ചെന്നറിഞ്ഞപ്പോഴേ എന്നെ സംബന്ധിച്ച് എനിക്കതൊരു വലിയൊരു വേദനയായിരുന്നു. കാരണം ഒരു വലിയ സഹോദര സ്നേഹമായിരുന്നു, പൗരോഹിത്യ സ്നേഹത്തിൽ കൂടെയുള്ള സഹോദര സ്നേഹമായിരുന്നു. പാവങ്ങളോടുള്ള കരുണയും ആ തീഷ്ണതയും ഒക്കെയും ഒരിക്കലും മറക്കാനാകാത്ത ഒരു സമയമായിരുന്നു ഈ കഴിഞ്ഞ മാസവും അച്ഛൻ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത്. അച്ഛൻ്റെ കറി കൂട്ടി ഡോക്ടർമാരൊക്കെ കഴിച്ചപ്പോൾ ചോദിച്ചു, നല്ല ടേസ്റ്റാണല്ലോ തോമസ് ചേട്ടാ, ഞങ്ങളുടെ അച്ഛൻ പള്ളിയിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ടുവന്നു, ഇനി കൊണ്ടുവരുമ്പോൾ ഞങ്ങളുടെയൊക്കെ മുറി വെച്ചേക്കണേ, ഞങ്ങൾക്കും കൂടെ ഇച്ചിരി കഴിക്കാനാന്ന് പറയും. അവരെല്ലാവരെയും മുറി കൊണ്ട് വെക്കുമായിരുന്നു. അവരെല്ലാവരും നല്ലപോലെ ഭക്ഷണം കഴിക്കുമായിരുന്നു. നേഴ്സുമാരും അച്ഛന്മാരും ഡോക്ടേഴ്സും സ്റ്റാഫും എല്ലാവരും. ആ ഒരു നല്ല ഓർമ്മകൾ ഓർക്കുമ്പോഴത്തേന് കണ്ണ് നിറഞ്ഞു പോകുന്ന ഒരു സ്നേഹമാണ് അച്ഛനോട്. അച്ഛൻ മരിച്ചു പോയല്ല, സ്വർഗത്തിലേക്ക് തിരിച്ചുപോയി. അച്ഛൻ സ്വർഗത്തിലേക്ക് തിരിച്ചുപോയി. അച്ഛനെ ഇനി പ്രാർത്ഥനയിൽ ഓർക്കാം. സോണിയച്ചൻ്റെ ജീവൻ മൊത്തം ഞങ്ങൾക്ക് വേണ്ടി തന്നെയായിരുന്നു.
ഞങ്ങളുടെ ഓരോ ഉയർച്ചയ്ക്കും അച്ഛൻ്റെ കൈകളാണ്. ഞങ്ങളെ ഒരു ശ്വാസത്തിൻ്റെ ഇതിൽ പോലും ഞങ്ങളുടെ കൂടെ അച്ഛനുണ്ടായിരുന്നു. എന്തൊരിതിലും ഞങ്ങളുടെ ഉത്തേജനവും അച്ഛൻ തന്നെയായിരുന്നു. ഞങ്ങളുടെ കഴിവല്ല, ഞങ്ങളുടെ കഴിവ് ഓരോന്നും അച്ഛൻ തിരിച്ചറിഞ്ഞ് ഞങ്ങൾക്ക് വേണ്ടി അച്ഛൻ പ്രവർത്തിക്കുമായിരുന്നു. ഒരിക്കലും ഞങ്ങൾക്ക് അച്ഛൻ്റെ ഒരു കഴിവ് ഇതുമല്ലാതെ ഞങ്ങൾക്ക് സൺഡേ സ്കൂളിൽ നിന്ന് ഒരു നല്ല സമ്മാനം കിട്ടാൻ ഒരിക്കലും ഞങ്ങൾ യോഗ്യരല്ല. അച്ഛൻ്റെ അതിവാർന്ന പരിശ്രമം കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്കിത് കിട്ടിയത്. അതോടൊപ്പം തന്നെ ഈ ബൈബിൾ കൈയെഴുത്ത് അതിൻ്റെയൊക്കെ പിന്നിൽ അച്ഛൻ്റെ ഒരു വലിയൊരു ശക്തമായ കാര്യങ്ങളില്ല. തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. അതിനകത്ത് ഏറ്റവും മെയിൻ ക്യാരക്ടർ തന്നതും ഞങ്ങൾക്ക് അധ്യാപകർക്കായിരുന്നു. അധ്യാപകർ ആയിരുന്നു ഇതിനെല്ലാത്തിനും നേതൃത്വം വഹിച്ചതും. ഈ 750 ഇടവക മുഴുവനും ഒന്നിച്ചുകൂടി ഈ പാരിഷ്കാളിലിരുത്തിയത് അതിന് മുഴുവൻ ഉത്തരവാദിത്വം ഞങ്ങളുടെ ഹെഡ് മാസ്റ്ററും ഞങ്ങളുടെ അധ്യാപകരും കൂടെ നടത്തിയത്. 1ാം ക്ലാസ് മുതലുള്ള കുട്ടികൾ എഴുതിയിട്ടുണ്ട് ബൈബിള്. അതിനെല്ലാം അധ്യാപകരുടെ ഞങ്ങളുടെ കരങ്ങളിലായിരുന്നു എല്ലാം ഏൽപ്പിച്ചത്. ഫാദർ തോമസ് തെക്കേമുറി, പ്രിയപ്പെട്ട ജനങ്ങളുടെ സോണിയച്ഛൻ, അച്ഛൻ തൻ്റെ ഔദ്യോഗിക ജീവിതം അവസാനിപ്പിച്ച് സ്വർഗത്തിലേക്ക് യാത്രയായി. അത് സ്വീകരിക്കുവാനായിട്ട് കോട്ടയ്ക്കപ്പുറം സെൻറ്റ് മാത്യൂസ് ഇടവക നിവാസികൾക്ക് അത് വളരെ പ്രയാസകരമാണ്. കാരണം അദ്ദേഹം ചെയ്ത ശുശ്രൂഷകളും അദ്ദേഹം ഈ ഇടവക ദേവാലയത്തിലെ ഓരോ കുടുംബങ്ങളിലേക്കും ചൊരിഞ്ഞ സ്നേഹത്തിൻ്റെ പ്രസരണങ്ങൾ അത്രമാത്രം വലുതായിരുന്നു. അതുമാത്രമല്ല, അദ്ദേഹം ചെയ്ത ഓരോ ശുശ്രൂഷകൾ ചെയ്ത ഓരോ ഇടവകളിലെയും വിശ്വാസികളോട് നമ്മൾ ചോദിക്കുമ്പോൾ ഒരിക്കലും മറക്കാൻ പറ്റാത്ത പല അനുഭവങ്ങളാണ് അവർ പറയുക. പ്രത്യേകിച്ച് അദ്ദേഹം പ്രവാസികൾക്കായിട്ട് സൗദി അറേബ്യയിലേക്ക് സീറോ മലബാർ സഭയുടെ ഔദ്യോഗിക മിഷണറി ആയിട്ട് അദ്ദേഹം കടന്നുപോയ ആ 2 വർഷക്കാലം അവിടെ പ്രവാസികളുടെ ഇടയിൽ സഭയെക്കുറിച്ചുള്ള സ്നേഹവും സഭയുടെ കാഴ്ചപ്പാടുകളും ദൈവജനത്തിൻ്റെ ആഴങ്ങളിലേക്ക് അവരെ നയിച്ചതൊക്കെ ഓരോ പ്രവാസികളും ഓർമ്മിച്ചെടുക്കുന്നത് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ അദ്ദേഹം സഭയെക്കുറിച്ചൊക്കെയുള്ള, പ്രത്യേകിച്ച് സുറിയാനി നസ്രാണികളെക്കുറിച്ചൊക്കെയുള്ള അവരുടെ പാരമ്പര്യങ്ങളെക്കുറിച്ചൊക്കെ അവിടെ പഠിപ്പിച്ചപ്പോൾ അനേകം എതിർപ്പുകൾ അദ്ദേഹത്തിനുണ്ടായെങ്കിലും ആ എതിർപ്പുകളെയൊക്കെ മറികടന്നുകൊണ്ട് തൻ്റെ ശുശ്രൂഷകളൊക്കെ ചെയ്ത് അദ്ദേഹം വീണ്ടും കേരളത്തിലേക്ക് വരികയുണ്ടായി. അദ്ദേഹം മാമൂട് ലൂർദ് ദേവാലയം, ലൂർദിലെ ദേവാലയത്തിൻ്റെ അതേ ഛായയിൽ തന്നെ അവിടെ ഒരു ദേവാലയം പണി കഴിപ്പിക്കുകയും അവിടുത്തെ വിശ്വാസികൾക്ക് ഇപ്പോഴും അംഗീകരിക്കാൻ പറ്റുന്നില്ല അദ്ദേഹത്തിൻ്റെ വേർപാട്. അത് അത്രമാത്രം വലിയ ഒരു ശുശ്രൂഷയായിരുന്നു അവിടെയൊക്കെ അദ്ദേഹം ചെയ്തത്. അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൻ്റെ കുറേ നാളുകൾ ഞാനും കൂടെ ഉണ്ടായിരുന്നതാണ്. പ്രവാസ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ എതിർപ്പുകളും അദ്ദേഹത്തിന് പല പ്രതിസന്ധികളൊക്കെ ഉണ്ടാകുമ്പോഴും തൻ്റെ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ കർത്താവിൻ്റെ തിരുസന്നിധിയിലിരുന്ന് പൊട്ടി കരയുന്ന ഒരു വൈദികനെ ഞാൻ കണ്ടിട്ടുണ്ട്. അതിനെല്ലാം അവിടെ നിന്നെല്ലാം ശക്തി പ്രാപിച്ചുകൊണ്ട് തൻ്റെ സ്വകാര്യ ദുഃഖങ്ങളും വേദനകളും അസുഖങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് വലിയ ഒരു ശുശ്രൂഷ അദ്ദേഹം വചനപീഠത്തിൽ അവതരിപ്പിക്കുന്നത് അദ്ദേഹം ഞങ്ങൾ കണ്ടിട്ടുള്ളതാണ്. അത്രമാത്രം കർത്താവിൻ്റെ വചനത്തിന് വേണ്ടി, വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി തൻ്റെ പൗരോഹിത്യ ശുശ്രൂഷ അദ്ദേഹം കൊണ്ടുപോയത് വലിയൊരു അത്ഭുതം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഈ വേർപാട് വലിയ നഷ്ടമാണ് വിശ്വാസികളുടെ ഇടയിൽ ഉണ്ടായെങ്കിലും സ്വർഗത്തിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ യാത്രയിൽ പ്രത്യേകമായ ബാഷ്പാഞ്ജലി ഞങ്ങൾ അർപ്പിക്കുകയാണ്. പോകുക പന്തിപുരോഹിത, കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ. ക്യാമറമാൻ ആൻ്റണി ജോസഫിനൊപ്പം സജി ആൻ്റണി ഷിക്കിനാനോസ്.